ആ മഴയെയും കാറ്റിനെയും ആ ദൈവങ്ങളെയും സാക്ഷിയാക്കി കാശിനാഥൻ ഗൗരിയെ താലി ചാർത്തി. അവിടെ പരന്നു കിടക്കുന്ന കുങ്കുമത്തിൽ നിന്നൊരു നുള്ളെടുത്ത് അവളുടെ സീമന്തരേഖ അവൻ ചുവപ്പിച്ചു. അധിക സമയം തങ്ങൾക്ക് മുമ്പിലില്ലെന്ന് മനസ്സിലാക്കിയ കാശി അവളെടുത്ത് ആ കോളനിയിലേക്ക് കയറി. പക്ഷേ ഇതൊന്നും ഗൗരി അറിയുന്നില്ലെന്ന് മാത്രം. മഴയാണെങ്കിലും അവരെല്ലാം പുറത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ കോളനിയിലേക്ക് അപരിചിതരായ യുവാവ് ഒരു പെൺകുട്ടിയെ താങ്ങി കൊണ്ടുവരുന്നത് അവർ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവർ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. സഹായിക്കണം, എൻ്റെ ഭാര്യ. അവൻ എങ്ങനെയൊക്കെയോ വരച്ച് പറഞ്ഞൊപ്പിച്ചു. ആ കോളനിയിലുള്ളവർ അപ്പോഴും അവനെ സംശയദൃഷ്ടിയാൽ നോക്കിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ സഹായിക്കണം, ഞങ്ങൾ വാഹനത്തിൽ വരുമ്പോൾ ഒരു കാട്ടാന വന്ന് മുന്നിൽ പെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ മഴ കൊണ്ടാകെ നനഞ്ഞു. തണുപ്പടിച്ച് ഇവൾക്ക് ബോധമില്ലാതായിട്ടുണ്ട്. ഞങ്ങൾ സഹായിക്കണം പ്ലീസ്. എന്തുകൊണ്ടോ അവന്റെ ദയനീയാവസ്ഥ മനസ്സിലായതും മൂപ്പൻ അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ അടുത്തേക്ക് വിളിച്ച് കാതിൽ സ്വകാര്യമായിട്ട് എന്തോ പറഞ്ഞു. അവരതിന് തലയാട്ടി. തമ്പ്രാട്ടീന കുടിയിൽ കേടത്തിയാട്ട്. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു. കാശി വേഗം ഗൗരി ആ കുടിയിൽ കൊണ്ടുപോയി കിടത്തി. മുള കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. അതിലാണ് അവൻ അവളോട് കിടത്തിയത്. തീ കായാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ സ്ത്രീകൾ ആ കുടിയിൽ ഒരുക്കി. അവളുടെ കൈയും കാലും അവർ നന്നായി തിരുമ്മിക്കൊടുത്തു. അല്പസമയം കാശി ആ തീയുടെ അടുത്ത് തന്നെ ഇരുന്നു. ദേഹം ഒന്ന് ചൂട് പിടിച്ചു അവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് കുറച്ച് സ്ത്രീകൾ അകത്തേക്കായിരുന്നു. അവൻ ശ്രദ്ധിച്ചു. അവരുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവരെല്ലാം പുറത്തേക്ക് വന്നു. തമ്പുരാട്ടി ഉറങ്ങാണ്, ശല്യപ്പെടുത്തണ്ട, ഉണർന്നാ പറയും. ശരി. അവരതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെയുള്ള ആണുങ്ങൾ ആരും തന്നോട് സംസാരിക്കുന്നില്ലെന്ന് അവൻ അപ്പോഴും ചിന്തിക്കാതിരുന്നില്ല. എന്തായാലും നേരം വിളിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നു. തണുപ്പ് പുറത്ത് അസഹ്യമായതിനാൽ അവൻ അകത്തേക്ക് കയറിപ്പോയി. അകത്ത് കയറിയത് അവൻ കാണുന്നു അവരുടെ രീതിയിൽ ഒരു ചേലയെടുത്ത് കിടന്നുറങ്ങുന്ന ഗൗരിയാണ്. അവളുടെ അരയുടെ ഭാഗം വരെ കരിമ്പടം കൊണ്ട് പുതച്ചിട്ടുണ്ട്. ആ ചുവന്ന സാരിയിൽ അവൾ അതിമനോഹരിയായിട്ടുണ്ടെന്ന് അവന് തോന്നി. നേരം പോയിക്കൊണ്ടേയിരുന്നു. കാശി ആ കുടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അവന്റെ മനസ്സാ കലുഷിതമായിരുന്നു. സാന്ദ്രയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ താൻ താലി ചാർത്തില്ല ഈ ജന്മം എന്നറിഞ്ഞിട്ടും താൻ എന്താണ് ഇപ്പോൾ ചെയ്തത്? ഇല്ല കാശി, ഇതൊരു ആക്സിഡന്റൽ താലികെട്ടലാണ്. ഇവളെ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്താണ്. അത് അങ്ങനെയാവാൻ പാടുള്ളൂ. ഈ കോളനിയിൽ നിന്ന് പുറത്തിറങ്ങിയും ആ താലി അവളിൽ നിന്ന് അഴിച്ചു വാങ്ങണം. അവൻ മനസ്സിൽ പല തീരുമാനങ്ങളും എടുത്തു. ഗൗരി കട്ടിലും അവൻ താഴെ തറയിലിരുന്ന് അങ്ങനെ മയങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയ കാശി കാണുന്നത് നന്നായിട്ട് ശരീരം വിറക്കുന്ന ഗൗരിയാണ്. ഗൗരി, എടോ കണ്ണൂർക്ക്. അവൻ പതിയെ അവളുടെ കവിളിൽ തട്ടി. അവൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. പുറത്തുപോയി ആരുടെയും സഹായം ചോദിക്കാന്ന് വെച്ച് അവൻ പുറത്തേക്ക് നോക്കിയെങ്കിലും അവിടെയെല്ലാം ഇരുട്ടായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങിയെന്ന് അവന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവന് എത്തുംപിടിയും കിട്ടിയില്ല. പിന്നീട് എന്തോ ആലോചിച്ച് ഉറപ്പിച്ച് അവന് ദീർഘനിശ്വാസം എടുത്ത് ഗൗരിയുടെ അടുക്കിലേക്ക് ചെന്ന് അവളെ കട്ടിൽ നിന്ന് കുറച്ച് നീക്കി കിടത്തി അവൻ അവളുടെ അടുത്ത് കിടന്നു. കാശിയുടെ ഷർട്ട് മുണ്ട് നനഞ്ഞതിനാൽ അവനത് രണ്ടും അയയിൽ വിരിച്ചിട്ടിരുന്നു. പകരം അവിടെയുള്ളൊരു സ്ത്രീ അവന് മാറ്റിധരിക്കാൻ ഒരു മുണ്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ അവനും തണുക്കുന്നുണ്ടായിരുന്നു. തൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ഇളം ചൂടിലേക്ക് ഗൗരി പതിയെ ചേർന്ന് കിടന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ പരസ്പരം രണ്ടുപേരും കെട്ടിപ്പുടന്നതിനെ കിടന്നുറങ്ങി. രാവിലെ ആദ്യം ഉണർന്ന് ഗൗരിയായിരുന്നു. അവൾ കണ്ണു തുറന്നും കാണുന്നു സ്വർണ്ണയലസോടുകൂടിയ ചെയിനാണ്. അവൾ പതിയെ തല ഉയർത്തി നോക്കിയത് ഞെട്ടിപ്പോയി. താനിപ്പോൾ കാശിയുടെ നെഞ്ചിലാണ് തലചായ്ച്ച് കിടക്കുന്നത്. അവരെങ്ങാനും ഉണർന്നിത് കണ്ടാൽ അതോർത്ത് അവളുടെ ശരീരം കിടകിട വിറക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ കഴുത്തിലുള്ള മറ്റേ ലോക്കറ്റിൻ്റെ പേര് അവൾ കാണുന്നത്. സാന്ദ്ര. അത് വായിച്ചപ്പോൾ പേരറിയാത്തൊരു നൊമ്പരം അവളുടെ മനസ്സിൽ ഉരുണ്ടുകൂടി. എന്തിനാണ് അവൾക്ക് അപ്പോൾ മനസ്സിലായില്ല. കുറച്ചു സമയം കാശിയുടെ മുഖത്തേക്ക് അവൾ നോക്കിക്കിടന്നു. അപ്പോഴാണ് ഗൗരി ശരിക്കും കാശിയെ കാണുന്നത് തന്നെ. നുണക്കുഴി കവിളുകളുള്ള ഇളം റോസ് ചുണ്ടുകളും വീതിയേറിയ നെറ്റിയും വെളുത്ത നിറവുമായിരുന്നു അവന്. കിടന്നുറങ്ങുമ്പോൾ എന്തു പാവ, ഉണർന്ന തനി വെട്ടുപോത്തും. ഉറക്കത്തിൽ കുഞ്ഞുകുട്ടികളെ പോലെ അവനും ചിരിച്ചു. ആ ചിരിയിൽ അവൻ്റെ നുണക്കുഴിയെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആ ചുഴിയിലൊന്ന് വിരൽ കൊണ്ട് തൊടാൻ തോന്നി. പതിയെ അവൾ അവൻ്റെ കവളിൽ വിരൽ കൊണ്ടുപോയതും പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതായി അവൾക്ക് മനസ്സിലായത്. ഗൗരി വേഗം കണ്ണടച്ച് ഉറങ്ങുന്നതായി ഭാവിച്ച് കിടന്നു. കണ്ണു തുറന്നും എവിടെയാണ് താനെന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിച്ചു. തൻ്റെ നെഞ്ചിൽ എന്തോ ഭാരം തോന്നിയ കാശി നോക്കുമ്പോൾ കണ്ടത് തൻ്റെ നെഞ്ചിൽ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയുറങ്ങുന്ന ഗൗരിയെയാണ്. ആദ്യം കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. പെട്ടെന്ന് സാന്ദ്രയുടെ മുഖം ഓർമ്മ വന്നു. അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് മാറ്റി കിടത്തി. ഉഫ്, നിങ്ങൾക്കെന്ത് പ്രാന്താണോ? ഇങ്ങനെയാണോ ഒരാളെ എടുത്തു മാറ്റി കിടത്തുക? എൻ്റെ കൈ. അവരവളെ മാറ്റി കിടത്തിയപ്പോൾ അവളുടെ കൈ കട്ടിലിൻ്റെ പറകിൽ ശക്തിയായിട്ടും തട്ടിയിരുന്നു. ദേഷ്യം കൊണ്ട് ചുവന്ന അവൻ്റെ മുഖം കണ്ടപ്പോഴാണ് താനിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വന്ന്. അവൾ അവനെ നോക്കി വെളുക്കിനെന്ന് ചിരിച്ചു. അവൻ അവളെ നോക്കി പേടിപ്പിച്ച് ചവിട്ടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹോ, രക്ഷപ്പെട്ടു. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ ജിമ്മിനോട് പറഞ്ഞ്? എന്നെ കാത്തോളനെ ഭഗവാനേ. അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവൾ പുറത്തേക്ക് ഇറങ്ങിയതും കുറച്ച് ആദിവാസി സ്ത്രീകൾ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അവരെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ മനോഹരമായ പുഞ്ചിരി രൂപവുമെല്ലാം അവർക്ക് വളരെ ഇഷ്ടമായി.
അവൾ അവരോട് എന്തോ ചോദിക്കാൻ വന്നു. പെട്ടെന്നാണ് കാശി അങ്ങോട്ട് കയറി വന്നത്. ഗൗരി, നിനക്കൊന്ന് ഫ്രഷ് ആവണ്ടേ? അവിടെ പുഴയുണ്ട്, പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി. അവളത് പറഞ്ഞ് പുഴയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങി. കണ്ണിനെ കുളിരണിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പുഴയുടെ തീരം. ചുറ്റും കോടമഞ്ഞിനാൽ പ്രകൃതി തന്നെ ഒരു മനോഹാരിത തീർത്തിരുന്നു. ഗൗരി വെള്ളത്തിലേക്ക് തന്റെ പ്രതിബിംബം നോക്കി. എന്നിട്ട് കുറച്ച് വെള്ളം കൈക്കുമ്പിലെടുത്ത് മുഖത്തേക്ക് തളിച്ചു. കുറച്ചുകൂടി എടുക്കാൻ കുനിഞ്ഞ് തന്റെ കഴുത്തിൽ തൂങ്ങിയാടുന്ന മഞ്ഞച്ചരടിൽ കോർത്ത താലി കണ്ടതും അവൾ ഞെട്ടി തരിച്ചുപോയി. തന്റെ കഴുത്തിൽ കാണുന്ന താലിയിലേക്ക് ഗൗരി അല്പസമയം നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുറച്ചു നേരമായിട്ടും ഗൗരിയെ കാണാഞ്ഞ കാശി അവളെയും തേടി പുഴക്കരയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൻ കാണുന്നത് വിദൂരതയിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്ന ഗൗരിയാണ്. ഇത് കണ്ടത് കാശിക്ക് എവിടുന്നൊക്കെയോ ദേഷ്യം കയറി. അവന്റെ ഒറ്റ വിളിയിൽ അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന് കാര്യം മനസ്സിലായി. സീ ഗൗരി, അവൻ തന്നെ നെറ്റിയിൽ വിരലുകൾ കൊണ്ട് തഴുകി പറഞ്ഞു. ഇന്നലത്തെ ആ സാഹചര്യത്തിൽ എനിക്ക് തന്റെ കഴുത്തിൽ താലി അറുത്തേണ്ടി വന്നു. തനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു. എൻ്റെ മുമ്പിൽ ഇതെല്ലാം വേറെ വഴിയുണ്ടായില്ല. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ആ താലി ഊരിക്കളയണം. കാശിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് ഗൗരിയാകെ ഞെട്ടിത്തരിച്ചു പോയി. പവിത്രമായ താലിക്ക് കാശി നൽകുന്ന പ്രാധാന്യം ആലോചിച്ച് അവൾക്ക് അവനോട് പുച്ഛം തോന്നി. നീ എന്താ ഒന്നും ഉണ്ടാക്കുന്ന ഗൗരി? എന്നോട് ചോദിച്ചിട്ടല്ലോ കാശിയായിട്ട് ഈ താലിൻ്റെ കഴുത്തിൽ കെട്ടിയത്. പക്ഷെ ഇത് അയക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ഞാനാ. ഇത് ഞാൻ അഴിച്ചു മാറ്റിക്കോളാം. ഇനി അതും ആലോചിച്ച് കാശിയായിട്ട് വിഷമിക്കേണ്ട. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അതവൻ അവൾ കാണിച്ചില്ല. ദാറ്റ്സ് ഫൈൻ. അതൊന്ന് നീ അങ്ങോട്ടേക്ക് വാ, അവരിൽ അവരോട് കാത്തിരിക്കുക. അതും പറഞ്ഞ അവൻ മുന്നോട്ട് നടന്നു. അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ? എന്തായാലും അവൾ താലി അഴിച്ച് മാറ്റാന്ന് പറഞ്ഞല്ലോ, സമാധാനം. എന്നിരുന്നാലും പേരറിയാത്ത ഒരു നമ്പർ അവന്റെ കുഞ്ഞു മനസ്സിൽ പൊട്ടിമുളച്ചിരുന്നു. പക്ഷേ അവനത് അപ്പോൾ അറിഞ്ഞില്ലെന്ന് മാത്രം. കാശി നടന്നകലെന്ന് ഗൗരി നോക്കി നിന്നു. താനിപ്പോൾ എന്താണ് കാശിയേട്ടനോട് പറഞ്ഞു? താൻ ഈ താലിക്ക് ഇത്രയും പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത്? ഞാൻ കാശിയേട്ടനെ പ്രണയിക്കുന്നുണ്ടോ? എൻ്റെ ഈശ്വര, അതുകൊണ്ടാണ് കാശിയേട്ടൻ താലി ഊരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്ന്. അവൾ കണ്ണുകളടച്ച് കാശിയെ കണ്ട നാൾ മുതൽക്കുള്ള കാര്യങ്ങൾ ഓർത്തു. അതെ, എവിടേക്കോ തൻ്റെ മനസ്സിൽ കാശി കയറി കൂടിയിരിക്കുന്നു. താൻ ഇത്രയും നാൾ കാശിയോട് മനസ്സിൽ കൊണ്ടുവരുന്ന വികാരത്തിൻ്റെ പേര് പ്രണയമാണ്. അത് താൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. അവൾ കാശി കെട്ടിയ താലിയെടുത്ത് ഉയർത്തി. എന്തിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി എൻ്റെ മരണത്തോടെ അല്ലാതെ ഞാൻ അഴിച്ചു മാറ്റില്ല കാശിയേട്ടാ. ഞാൻ ഒരിക്കലും ഒരു ഭാര്യയുടെ അവകാശം പറഞ്ഞ് കാശിയേട്ടൻ്റെ മുമ്പിലേക്ക് വരില്ല. ഗൗരിയുടെ ജീവിതത്തിൽ ഇനി ഒരു താലി വീഴില്ല. കാത്തിരിക്കും. എന്നെങ്കിലും കാശി ഗൗരിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൾ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വേഗം കോളനിയിലേക്ക് നടന്നു. അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ആണുങ്ങളോട് കാശി സംസാരിക്കുന്നതാണ് അവൾ കാണുന്നത്. അവൾ വരുന്ന അവൻ കണ്ടതും അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, വേറെ റെഡിയാവും ഗൗരി, ഇവിടുന്ന് ട്രക്ക് പോകുന്നുണ്ട് കുറച്ചകലെയുള്ള മാർക്കറ്റിലേക്ക്. 2 ആഴ്ച കൂടുമ്പോഴാണ് ട്രക്ക് മാർക്കറ്റിലേക്ക് പോവുക. നമ്മുടെ ഭാഗത്തിന് ഇന്നവർ സാധനങ്ങൾ കൊണ്ട് പോവുകയാണ്. ഈ ഡ്രസ് ചേഞ്ച് ചെയ്ത് വേഗം വാ. ശരി, ഞാൻ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അവൾ കുടിയിലേക്ക് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. യാത്ര ചോദിക്കാൻ അവർ മൂപ്പൻ്റെ അടുക്കിലേക്ക് വന്നു. തമ്പ്രാ, ഞങ്ങളുടെ കുലദേവസ്വാമിയെ തൊഴുതിട്ട് പോയാലും ശക്തിയുള്ള ദേവിയാ. കാശിക്കിലും താല്പര്യമില്ലെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് അവർ പറഞ്ഞു കേട്ടു. കാശിയും ഗൗരി ഒരുമിച്ച് നിന്ന് ദേവിയെ പ്രാർത്ഥിച്ചു. കാശിക്ക് ദേവിയോടൊന്നും പറയാനില്ലായിരുന്നു. പക്ഷെ ഗൗരി പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ ജീവരക്ഷയ്ക്കാൻ വേണ്ടിയാണ് കാശിയേട്ടൻ്റെ കഴുത്തിൽ താലിയാർത്തി. ഇതെന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാശിയേട്ടനെ കാത്തുള്ളണേ. എന്നെങ്കിലും ഏട്ടനെ തന്നെ സ്വീകരിക്കാൻ തോന്നണേ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളത് ആരും കാണാതെ തുടച്ചു മാറ്റി. തമ്പ്രാ, ആ തട്ടിലിരിക്കുന്ന കുങ്കുമം തമ്പുരാട്ടിക്ക് ചാർത്തി കൊടുത്താലോ? അത് കേട്ടതും കാശി ഒന്നും ഞെട്ടി. എങ്കിലും മുഖത്ത് ബാബേതൊന്നുമില്ലാതെ അവൻ ആ കുങ്കുമെടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി. ഗൗരി കണ്ണുകൾ രണ്ടും അടച്ചത് സ്വീകരിച്ചു. ഒരു നിമിഷം കാശി താൻ ചുവപ്പിച്ച് അവളുടെ സീമന്തരേഖയിലേക്കും താലിയിലേക്കും നോക്കി. എന്തോ അവളെ അങ്ങനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ മറ്റു പല വികാരങ്ങളും വരാൻ തുടങ്ങി. കാശി വേഗം തലകുടഞ്ഞ് മുമ്പേ നടന്നു. പുറകെ എല്ലാവരോടും യാത്ര ചോദിച്ച് ഗൗരിയും. ഒരു ദിവസം കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഇരുവരും. ഇന്നലെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയായിരുന്നു, അതുപോലെയല്ല ഇപ്പോൾ തങ്ങൾ തിരിച്ചു പോകുന്നെന്ന് അവർക്ക് ഇരുവർക്കും അറിയാമായിരുന്നു. കാശിയുടെ മനസ്സിൽ ആശങ്കകളൊന്നുമില്ലായിരുന്നു. കാരണം ആദിവാസി ഊരിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ ഗൗരിയുടെ കഴുത്തിലേക്ക് നോക്കിയിരുന്നു. താൻ കെട്ടിയ താലി അവൾ ഊരി മാറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എന്തുകൊണ്ടോ അത് അവനിൽ ആശ്വാസം നിറച്ചു. ചെറിയൊരു വേദന തോന്നിയെങ്കിലും അവൻ്റെ മനസ്സിൽ സാന്ദ്രയുടെ മുഖം 10 മടങ്ങായി തെളിഞ്ഞു വന്നു. പക്ഷേ ഗൗരിയുടെ അവസ്ഥ മറിച്ചായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ ആകെ കോലം കെട്ടിയിരുന്നു. എന്തോർത്തുള്ള അവളുടെ നടത്തം കണ്ടോ കാശിക്ക് ദേഷ്യം കയറി. ഡേയ്, ഒന്ന് വേഗം ഇറങ്ങി നടക്ക്, ഇങ്ങനെ നടന്ന ഈ കാറിന്ന് ഇറങ്ങില്ല. അവൻ്റെ ദേഷ്യത്തോടെയുള്ള വർത്തമാനം കേട്ടതും അവൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി.
വഴിയിൽ വെച്ച് 1-2 തവണ ഗൗരി വീഴാൻ പോയത് അവനവിടെ അരക്കടിലൂടെ കൈ ചേർത്ത് പിടിച്ച് നിർത്തി. നോക്കി നടക്കണ്ടേ ഗൗരി. അവന്റെ സൗമ്യതയുള്ള സംസാരം കേട്ടതും അവൾ ആകെ സ്തംഭിച്ചു പോയി. വാ നടക്ക്. അവൾ വേഗം അവന്റെ കൂടെ നടന്നു. കാടിന്റെ അതിർത്തി എത്തിയതും അവരെ കാത്ത് അവിടെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അതിൽ കയറിയതും അവരെയും വഹിച്ചത് മുൻപോട്ട് കുതിച്ച്. ഏകദേശം 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവരൊരു മാർക്കറ്റിൽ എത്തിച്ചേർന്നു. അവിടുന്ന് ഒരു ടാക്സി വിളിച്ച് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു. തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു. തറവാട്ടിലുള്ളവരെല്ലാവരും അവരെ സ്നേഹത്താൽ പൊതിഞ്ഞു. വണ്ടി ആക്സിഡന്റായ കാര്യം അവരെല്ലാവരും അറിഞ്ഞിരുന്നു. കാശി എല്ലാവരെയും നോക്കി വേഗം അകത്തേക്ക് കയറിപ്പോയി. അവന്റെ സ്വഭാവം അങ്ങനെ ആയതിനാൽ അവരാരും പിന്നെ അവനോട് അധികം സംസാരിക്കാൻ നിന്നില്ല. കൂടുതൽ കാര്യവും ഗൗരിയോട് ചോദിച്ച് മനസ്സിലാക്കി. അവൻ പോകുന്നു. ഗൗരി ഇടം കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു. മോൾ എന്നാ പോയി കുളിച്ചിട്ടൊന്ന് കിടക്ക്, ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. എല്ലാവരും ആ കുട്ടിയൊന്ന് വിടുക. മോള് മോളിലേക്ക് പോയിക്കോളൂ. ശരി മുത്തശ്ശി. ഗൗരി വേഗം മുകളിലേക്ക് കയറിപ്പോയി. മോനെ ആജു, ആ ശ്രീധരൻ പണിക്കരൊന്ന് വിളിക്കണം. അല്ലി വേണ്ട, നമുക്ക് അത്രയിടം വരെ ഒന്ന് പോവാം. എന്നാ എനിക്ക് എപ്പോഴാ സൗകര്യം മോനെ? അത് പിന്നെ മുത്തശ്ശി, എനിക്ക് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫീസിൽ. ആണോ? എന്നാൽ ഞാൻ നിന്റെ അമ്മയും കൂട്ടി പോയിക്കോളാം. ആ എന്നാ അങ്ങനെ ആട്ടോ മുത്തശ്ശി. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ ഓടി മറഞ്ഞു. ഗൗരിയും കാശിയും പിന്നീട് പരസ്പരം അങ്ങനെ കാണാറില്ല. സത്യത്തിൽ ഇരുവരും കാണാൻ ശ്രമിക്കാറില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. ഗൗരി വീണ്ടും കോളേജിൽ പോയി തുടങ്ങി. ഗൗരിയുടെ മനസ്സിൽ കാശി ഇപ്പോഴും നിറഞ്ഞു തന്നെ നിന്നു. ആദ്യം കാശിയോട് തോന്നിയ വികാരം എന്താണെന്ന് അവൾക്കറിയില്ലെങ്കിലും ഇപ്പോൾ അവർക്കറിയാം അത് പ്രണയമാണെന്ന്. പക്ഷേ അവളുടെ പ്രണയം അവൾ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി. ആരോടും പരിഭവവും പരാതിയുമില്ലാതെ മുഖത്തെപ്പോഴും പുഞ്ചിരി തൂകി തൻ്റെ വേദനകളെല്ലാം മനസ്സിലൊതുക്കി. ഇനി തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളൊന്നും അറിയാതെ മുന്നോട്ട് അവളുടെ ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. കാശിയും അവൻ്റെതായ തിരക്കുകളിലേക്ക് ഊളിയിട്ടു. ചേട്ടാ കോഫി അവിടെ വെച്ചേക്ക് കാർത്തു. കാർത്തു വേഗം കാശിയുടെ ബെഡിൽ കയറിയുന്ന പുസ്തകങ്ങൾ മറിച്ച് നോക്കാൻ തുടങ്ങി. കാശി പതി കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ചോദിച്ചു, എന്തേ താഴേക്ക് പോകുന്നില്ലേ? ഇല്ല. അതെന്താന്നാ ചോദിച്ചത്? അത് പിന്നെ ആ വായി നോക്കി. ഏട്ടൻ്റെ ആജന്മ ശത്രു അഗ്നി വന്നിട്ടുണ്ട്. അവനോ? അവനെന്തിനിപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അതോ പുതിയ എന്തോ ബിസിനസ് തുടങ്ങാൻ വേണ്ടി US നിന്ന് കുറ്റിയും പറിച്ച് വന്ന മുത്തശ്ശൻ്റെ അനിയത്തിയുടെ മകൻ്റെ മകനല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അവൻ്റെ കൂതര സ്വഭാവത്തെക്കുറിച്ച് ഇവിടെയുള്ള പെണ്ണുങ്ങൾക്കാർക്കൊന്നും അറിയില്ലല്ലോ. അത് നീ പറഞ്ഞ ശരിയാ. സകല ഉടായ്പുള്ളതാണ് അവൻ്റെ കയ്യിൽ, എസ്പെഷ്യലി പെൺവിഷയത്തിൽ. മറ്റെന്തൊക്കെയുണ്ടെന്ന് ദൈവത്തിനറിയാം. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോ. അവൻ്റെ അടുത്ത് എങ്ങാൻ നീ പോയി എന്ന് പറഞ്ഞാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. ഓ ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ആ വൃത്തിയുടെ അടുത്തേക്ക് പോകാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. അന്ന് നീ അങ്ങനെ പറഞ്ഞേ? കാശി കണ്ണുകൾ കുറിക്കി അവളോട് ചോദിച്ചു. അതെ, ഇപ്രാവശ്യം അവൻ്റെ ഇരുന്ന് നമ്മുടെ ഗൗരിയാണ്. അവളോടുള്ള അവൻ്റെ നോട്ടത്രയ്ക്ക് ശരിയല്ല. പാവം, ആ കുട്ടിക്കതൊന്നും മനസ്സിലാകുന്ന പോലും ഇല്ല. അവൾ ഇവിടെയുള്ള നമ്മുടെ ഏട്ടന്മാരോട് സംസാരിക്കുന്ന പോലെയാണ് അവനോട് സംസാരിക്കുന്നത്. അവളെന്തോ പറയാൻ പുറപ്പെട്ടു. കാറ്റുപോലെ കാശി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചേട്ടാ, ഈ ചേട്ടൻ എന്തൊരു പോക്കാ. ഞാൻ പറയുന്ന മുഴുവൻ കേട്ടില്ലല്ലോ. ചിലപ്പോൾ അവനെ തല്ലി കൊല്ലാൻ പോയതായിരിക്കും. കൈ നിറയെ കൊടുത്തിട്ട് വരട്ടെ, അതൊരു ഞാൻ കിടന്നുറങ്ങട്ടെ. അതും പറഞ്ഞ് കാർത്തു ആ ബെഡിലേക്ക് വീണു. ദേഷ്യത്താൽ കാശിയുടെ മുഖമെല്ലാം വലിഞ്ഞു മുറുകിയിരുന്നു. കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് അവൻ താഴേക്കുള്ള പടികൾ ചാടി ഇറങ്ങി. ഹാളിൽ ചെന്ന് ഗൗരിക്ക് വേണ്ടി അവൻ്റെ കണ്ണുകൾ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവളെ അവന് കാണാൻ സാധിച്ചില്ല. ഒടുവിൽ കോരായിലേക്ക് വന്നു. അവിടുത്തെ കാഴ്ചൻ്റെ ദേഷ്യം കൊണ്ട് കാശിയുടെ കവിളുകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. അഗ്നിയുടെ അടുത്തിരിക്കുന്ന ഗൗരി അവനവളുടെ കാതിലെന്തോ സ്വകാര്യം പറയുന്നുണ്ട്. അത് കേട്ട് ഗൗരി ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു. അവളറിയാതെ അഗ്നിയുടെ കണ്ണുകളുടെ ശരീരമാ കുത്തിവലിക്കുന്ന കാശി കാണുന്നുണ്ടായിരുന്നു. ഗൗരി! അവൻ്റെ ഒറ്റവിളിയിൽ അവർ രണ്ടുപേരും ഞെട്ടിത്തരിച്ച് പുറകിലേക്ക് നോക്കി. അഗ്നിയുടെ കണ്ണുകളിൽ അവനെ കണ്ടത് പകയാളി. കാശി ഓടി വന്ന് ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി. ഗൗരിക്ക് തൻ്റെ കൈ പറഞ്ഞു പോകുന്ന പോലെ തോന്നി. ഇത് കണ്ട അഗ്നി, ആയി കാശി, കുറച്ചായാലും നമ്മൾ കണ്ടിട്ട്. നിന്നെ കാണാൻ വേണ്ടി കുറേയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കടങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കാറില്ല. അഗ്നിയുടെ വലിഞ്ഞു മുറിയ മുഖം കണ്ടതും അവൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് കാശിക്ക് മനസ്സിലായി. ഞാനും നിന്നെ കാത്തിരിക്കായിരുന്നു. കടങ്ങളൊന്നും ബാക്കി വെച്ചിട്ട് എനിക്കും ശീലമല്ല. പോരു കോഴികളെപ്പോൾ അവരുടെ നിൽപ്പ് കണ്ടിട്ട് ഗൗരിക്ക് പേടി തോന്നി. അഗ്നിയുള്ള ദേഷ്യം മുഴുവൻ കാശി തൻ്റെ കൈകളാണ് തീർക്കുന്നതെന്ന് ഗൗരിക്ക് അവരുടെ കയ്യിലെ വേദനയിൽ നിന്ന് മനസ്സിലായി. അഗ്നിയെ ഒന്ന് തറപ്പിച്ച് നോക്കി ഗൗരിയുടെ കൈയും പിടിച്ച് വലിച്ച് കാശി അകത്തേക്ക് കയറിപ്പോയി. അവൻ നേരെ അവളെയും കൊണ്ട് കയറിയത് തറവാട്ടിൽ ആരും അങ്ങനെ പോവാറില്ലാത്ത ഇടനാഴിയിലേക്കായിരുന്നു. അവൻ അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ 2 കൈകളും ചുമരിലേക്ക് ചേർത്ത് വെച്ച് ബലമായി മുറുകെ പിടിച്ചു. കാശിയുടെ കൈ വേദനിക്കുന്നു, കൈ വിട്. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അവൾക്ക് പേടി തോന്നി. പക്ഷെ അവൾ പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്ന കൂടെ ഇല്ലായിരുന്നു. അവനപ്പോൾ അഗ്നി അവളുടെ ശരീരത്തിൽ നോക്കിയ നോട്ടമായിരുന്നു മുന്നിൽ തെളിഞ്ഞു നിന്നത്. എന്ത് ധൈര്യത്തിനാടി കോപ്പേ നീ അവൻ്റെ അടുത്ത് പോയിരുന്നു വർത്തമാനം പറഞ്ഞ്? അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞപ്പെടുന്ന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. തനിക്ക് ഇനിയും കൈയുടെ വേദന സഹിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഗൗരി എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ
തൻ്റെ മേൽ വെച്ച് അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞ് അവനെ പിടിച്ചു തള്ളി. അപ്രതീക്ഷിതമായ തള്ളിൽ ഒന്ന് വേശുപോയെങ്കിലും കാശി പൂർവാധികം ശക്തിയുടെ മുന്നോട്ട് വന്ന് അവളുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു നിന്നു. ഗൗരിക്ക് കാശിയുടെ മുഖത്തേക്ക് നോക്കാൻ പേടി തോന്നി. എന്നിരുന്നാലും ധൈര്യം സംഭരിച്ച് അവൾ അവനോട് ചോദിച്ചു, കാശിയുടെ എന്താ പ്രശ്നം? ഞാൻ അഗ്നിയോട് സംസാരിച്ച? എനിക്ക് എന്താ പ്രശ്നം നിനക്ക് അറിയണോടി? എന്നാ കേട്ടോ, എനിക്ക് അവനെ ഇഷ്ടമല്ല. ഈ വീട്ടിലുള്ള ആരും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എസ്പെഷ്യലി യു. നിനക്ക് അവനെ കുറിച്ച് ശരിക്കും അറിയാനിട്ടാ. കാശി കണ്ണടച്ചൊരു ദീർഘനിശ്വാസം എടുത്തു. അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇനിമേലിൽ നിന്നെ അവനൊപ്പം കണ്ട. മുഖമെല്ലാം ദേഷ്യത്തിൽ ചുവന്നുകൊടുത്തിരുന്നു. അവൻ വിരൽ ചൂണ്ടി അവൾക്കൊരു താക്കി നൽകി അവിടുന്ന് ഇറങ്ങിപ്പോയി. ഗൗരി അപ്പോഴും അവൻ പോയ വഴിയെ കണ്ണു നിറച്ച് നോക്കി നിന്നു. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആ തറവാടിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. പതിവ് പോലെ അന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഏറ്റവും അവസാനമായിട്ടാണ് ഗൗരി എത്തുന്നത്. ആ മോള് വന്നോ? വേഗം വന്നിരിക്കേ കുട്ടിയെ, വിശക്കണില്ലേ നിനക്ക്? മുത്തശ്ശി ചോദിച്ചു. അവൾ വേഗരിക്കാൻ ചെയർ നോക്കിയപ്പോൾ 2 ചെയറുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഒന്ന് കാശിയുടെ അടുത്തും മറ്റേത് അഗ്നിയുടെ അടുത്തും. രാവിലെ കാശി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തും അവൾ അഗ്നിയുടെ അടുത്തേക്ക് പോവാതെ കാശിയുടെ അടുത്തുള്ള ചെയറിലേക്ക് ഇരിക്കാൻ പോയി. ഇത് കണ്ട അഗ്നി, ആ ഗൗരി ഇവിടെ വന്നിരിക്കടോ, എനിക്കൊരു കമ്പനി താ. ഇത് കേട്ട കാശി ദേഷ്യം കൊണ്ട് തന്റെ ഇടത് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. അഗ്നിയേട്ടന് ഞാൻ കമ്പനി തരാലോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആരോ വന്ന്. തറവാടിലെ പുതുതലമുറയ്ക്കെല്ലാം അഗ്നിയുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ അഗ്നി അവരുമായിട്ട് അത്ര നല്ല കമ്പനിക്ക് നിൽക്കാറില്ല. ആരോ അത് പറയലും അഗ്നിയുടെ അടുത്തിരിക്കലും ഒരുമിച്ചായിരുന്നു. ഇത് കണ്ട കാശി ഒരു പരിഹാസച്ചിരി ഇരിച്ച് അഗ്നിയെ നോക്കി. ആരവിന്റെ ആ ഇടപെടൽ അഗ്നിക്ക് തീരെ പിടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മുഖമെല്ലാം ദേഷ്യത്തിൽ വീർത്തിരുന്നു. കാശി അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. ഇവരുടെ ഈ കളികളെല്ലാം ഗൗരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇത്രയ്ക്ക് വലിയ ശത്രുതയ്ക്ക് എന്താണ് കാരണം ഈശ്വര? അവൾ അറിയാതെ ചിന്തിച്ചു പോയി. കാശി കഴിച്ചു കഴിഞ്ഞിട്ടും ഗൗരി അപ്പോഴേതോ ചിന്തിച്ചുകൊണ്ട് എങ്ങോട്ടോ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സംസാരത്തിലായിരുന്നു. പലരും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാശി പതിയെണീറ്റ് ഗൗരിയുടെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു, അവന് വായി നോക്കാൻ സൗകര്യം ഉണ്ടാക്കാതെ വേഗം കഴിച്ചിട്ട് എണീച്ച് പോടി. അവന്റെ പെട്ടെന്നുള്ള സംസാരം കേട്ടതും ഗൗരി ഞെട്ടി. പിന്നീട് വേഗം കഴിച്ച് എണീറ്റ് പോയി. രാത്രി എത്ര കിടന്നിട്ടും കാശിക്ക് ഉറക്കം വന്നില്ല. പുല്ല്, ഓരോ മാനങ്ങളെ തറവാട്ടിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാം. എന്നാണാവും ആ കാലവിടെ തിരിച്ചു പോവാ. കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ലല്ലോ ഈശ്വര. കാശിപതി ഡോർ തുറന്ന് ഹാളിന്റെ അടുത്തായുള്ള ബാൽക്കണിയിലേക്ക് നടന്നു. അപ്പോഴാണ് ഗൗരിയുടെ വാതിലിന് മുമ്പിലായിട്ട് ആരോ നിൽക്കുന്നതായി അവന് തോന്നിയത്. എന്തോ പന്തികേട് തോന്നി കാശി അവിടേക്ക് ചെന്നപ്പോൾ കാണുന്നത് കതക് തുറന്ന് അകത്തേക്കായിരുന്ന അഗ്നിയാണ്. ഇത് കണ്ട കാശിയുടെ സകല ഞരമ്പുകൾ എടുത്തു പൊന്തി. മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. കണ്ണുകളെല്ലാം ചുവന്നു. അവൻ പാഞ്ഞു ചെന്ന് ഗൗരിയുടെ റൂമിലേക്കായിരുന്നു കാണുന്നു. കിടന്നുറങ്ങുന്ന ഗൗരിയെ കണ്ണിമോക്കാൻ നോക്കുന്ന അഗ്നിയാണ്. അവളുടെ സ്ഥാനം തെറ്റിക്കിടക്കുന്ന ധാവണിയുടെ ഇടയിലൂടെ കാണുന്ന വയറിലേക്കാണ് അവന്റെ നോട്ടമെന്ന് കണ്ടതും മറ്റും നോക്കാതെ കാശി അവന്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്നുള്ള പ്രകോപനമായതിനാൽ അഗ്നിയൊന്ന് പേടിച്ച്. കഴുത്തിന്റെ പിറകിൽ പിടിച്ചതിനാൽ തന്നെ ആരാണ് പിടിച്ചെന്ന് അവനൊട്ടും മനസ്സിലായതുമില്ല. അഗ്നി നേരെ തെറിച്ച് വീണ് സോഫയുടെ സെറ്റിയുടെ മേലേക്കാണ്. അവിടുന്ന് അഗ്നി എണീക്കാൻ നോക്കിയതും നട്ടിൽ നോക്കി ആഞ്ഞി ചവിട്ടി. നിന്റെ ശബ്ദം പുറത്തേക്ക് വന്നാ കൊന്ന് കുഴിച്ചുമൂടി ഞാൻ മോനെ. ആ വേദനക്കിടയിലും അവന്റെ ചുണ്ടിൽ നിന്ന് പേര് ഉതിർന്നു വീണു, കാശിനാഥൻ. ഒരിക്കലും അഗ്നി കാശി അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന്റെ ഒരു അമ്പരപ്പ് അവന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. കാശി അവനെ ചുമലിലേക്ക് ചേർത്ത് നിർത്തി. എത്ര ധൈര്യം ഉണ്ടായിട്ടാടോ നീ എന്റെ പെണ്ണിന്റെ മുറിലോട്ട് കയറിയത്? അവന്റെ എന്റെ പെണ്ണെന്ന പ്രയോഗം അഗ്നിയിൽ സംശയം നിറച്ചു. എന്നിരുന്നാലും വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. നിന്റെ പെണ്ണോ? അപ്പോഴാണ് കാശിയോ ശ്രദ്ധിച്ച് തന്റെ വായിൽ നിന്ന് അറിയാതെ വീണ വാക്കിനെ കുറിച്ച്. നിന്റെ പെണ്ണ് സാന്ദ്രയല്ലേ? അവള് ചത്തുപോയില്ലേ? അപ്പൊ വിരഹനായകനായി വെറുതെ അഭിനയിക്കായിരുന്നു അല്ലേ? അവള് ചത്തു തുടങ്ങിയ പുതിയൊരു കിളന്ത് പെണ്ണിനെ കിട്ടിയപ്പോ പഴയതെല്ലാം മറന്നല്ലേ കാശിനാഥൻ IPS? എന്തു പറയണം നായേ? അഗ്നിയുടെ വാക്ക് കേട്ടതും ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല കാശിക്ക്. അവൻ അഗ്നിയുടെ 2 മുഖത്തും മാറി മാറി അടിച്ചു. ഒരു IPSകാരൻ്റെ അടി അഗ്നിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒന്നാമത് ആ സമയം അഗ്നി ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാശിയെ പ്രതിരോധിക്കാൻ അവൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. കാശിയുടെ അടി കൊണ്ട് അഗ്നി ഒരു പഴന്തുണിക്കെട്ട് പോലെയായി. ചെവി തുറന്ന് കേട്ടോ അഗ്നി, ഈ കാശിനാഥന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. അതെന്റെ സാന്ദ്ര മാത്രമാ. മേലിൽ ഇവിടെയുള്ള പെൺകുട്ടിയുടെ മേലെ നിന്റെ ദുഷിച്ച കണ്ണുപെട്ടാ നിനക്കറിയാലോ ശരിക്കും കാശിനാഥന്. അത്രയും പറഞ്ഞ് കാശി അവനെ പിടിച്ചു വലിച്ച് അവന്റെ റൂമിലേക്ക് തള്ളി ഡോർ വലിച്ചടച്ചു. അവിടുന്ന് കാശി നേരെ പോയത് ഗൗരിയുടെ മുറിയിലേക്കാണ്. അവൻ മുറിയിലേക്ക് ചെന്നും കാണുന്നത് സുഖമായിട്ട് ഉറങ്ങുന്ന ഗൗരിയാണ്. എന്തുകൊണ്ടോ ആ നിഷ്കളങ്കമായ അവളുടെ ഉറക്കം കണ്ടപ്പോൾ അവൻ അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യങ്ങോ മാഞ്ഞിപ്പോയി.
അവളോട് പറയാമെന്നല്ല, അവനൊരു നിമിഷം മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവളുടെ സ്ഥാനം മാറി കിടക്കാൻ ദാവണി നേരിട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ കൈയൊന്ന് വിറച്ചു. ആഴമേറിയ നാഭിച്ചുഴി, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു കറുത്ത മറുകും, ആ ആലിലെ വയറിനെ കൂടുതൽ ഭംഗി കൂട്ടാൻ വയറിൽ ചുറ്റിക്കിടക്കുന്ന പൊന്നരഞ്ഞാണവും കണ്ടവൻ ഒരു നിമിഷം തരിച്ചുപോയി. കാശിയുടെ തൊണ്ട വറ്റി വരണ്ടു. തനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? സാന്ദ്ര, അവളെയല്ലേ താൻ സ്നേഹിച്ചത്? ആദ്യം അവൾ എൻ്റെ സുഹൃത്തായിരുന്നു. വാശി പിടിച്ചാണ് എൻ്റെ പ്രണയം നേടിയെടുത്തത്. പക്ഷേ പിന്നീട് തിരിച്ച് ഞാനവളെ പ്രണയിച്ചിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് സാന്ദ്രയോട് തോന്നാത്ത പല വികാരങ്ങളും എനിക്ക് ഗൗരിയോട് തോന്നുന്നത്? പാടില്ല കാശി. സാന്ദ്ര, അവൾ നിനക്ക് വേണ്ടിയാണ് മരണം കൈവരിച്ചത്. അവൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് നന്ദിയേടാ. അവൻ അസ്വസ്ഥയോടെ മുഖം തിരിച്ച് വേഗം റൂമിൽ തിരിഞ്ഞു പോകാനൊരിക്കുന്നു. പെട്ടെന്നാണ് അവൻ തിരിഞ്ഞ് അവളെ ഒന്നുകൂടെ നോക്കിയത്. അവൻ അവളുടെ മാറിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി. അവിടെ കിടക്കുന്ന വസ്തുവിലേക്ക് അവനെ കണ്ണെത്തിയതും അവനൊരു നിമിഷം തരിച്ചു നിന്നു പോയി. അറിയാതെ അവൻ്റെ വായിൽ നിന്നും ഒരു വാക്ക് താനേ ഉച്ചരിച്ചു. താൻ കെട്ടിക്കൊടുത്ത താലി.